ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നൊരു മുടക്കമുള്ള ദിവസമാണ് കേട്ടോ. ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ എനിക്കും ചേട്ടനും ഇന്ന് മുടക്കമുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്നൊരു മടിയുള്ള ദിവസം കൂടിയാണ് കേട്ടോ. കാരണം സ്വതവേ എല്ലാ ദിവസവും നമ്മൾ ഇത്തിരി ചേട്ടനൊരു 6 മണി 6:15 ആകുമ്പോഴേക്കും ചേട്ടൻ ഓഫീസിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റും ചേട്ടൻ്റെ ചായ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് വയ്ക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ നേരത്തെ എണീക്കുമ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ഇത്തിരി മടിയുള്ള ദിവസമായിട്ട് കണക്ക് കൂട്ടും. അന്നത്തെ ദിവസം ഈ ഒരാഴ്ചത്തെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി നേരം വൈകിട്ടാണ് കേട്ടോ രണ്ടാളും എഴുന്നേറ്റ് വരാം. ഇന്നത്തെ ദിവസത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ചേട്ടൻ്റെ അമ്മയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്വതവേ അവിടെയുള്ള സമയത്ത് നമ്മൾ അവിടെ കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ആയതുകൊണ്ട് ഹോം ഡെലിവറിക്കുള്ളൊരു നല്ലൊരു സർവീസ് നമ്മുടെ അടുത്തുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മുടെ മാംസ് ബാഗ്സ് എന്ന് പറഞ്ഞിട്ട് കിഴുപ്പുള്ളിക്കരയുള്ള ഒരു ഇത്താത്ത നടത്തുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ തന്നെ ഒരു ഡ്രീം കേക്ക് ഓർഡർ ചെയ്തിട്ട് അവർ നമുക്ക് വീട്ടിൽ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു അവരുണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാനും ചേട്ടനും ആ ഇത്താത്തനെ തന്നെ 1 വീക്ക് മുന്നേ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്താത്ത ചെയ്ത് കൊടുക്കാമല്ലോ, വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് ഡെലിവറി ചെയ്ത് തരാം, നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് വേണ്ടത് നിങ്ങൾ പറയുന്ന ഡിസൈനിൽ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു. കുറേ മോഡൽ ആ ഇത്താത്ത ഫോട്ടോ അയച്ചു തന്നിട്ട് അവർ പണ്ട് ചെയ്തിട്ടുള്ള മോഡൽസ് കുറേ അയച്ചു തന്നു. നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ സ്നിക്കേഴ്സിൻ്റെ കേക്ക് നമ്മളൊരു 1 കിലോ നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. നമ്മളൊരു ടൈമും പറഞ്ഞൊരു 9 o'clock 10 o'clockൻ്റെ ഉള്ളിൽ കൊണ്ടുകൊടുക്കാൻ പറ്റും. അതിനെന്താ കൊണ്ടുകൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അവർ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ നമ്മൾ കൊണ്ടുകൊടുക്കും. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഗൂഗിൾ പേ വഴി അവർക്ക് പൈസ അയച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അവർ കറക്റ്റ് ടൈമിൽ തന്നെ കൊണ്ടുകൊടുത്തു. ഒരു വീഡിയോയും എടുത്തു തന്നിട്ടാ. വളരെ സന്തോഷമായി. അപ്പോൾ ആർക്കെങ്കിലും ഹോം ഡെലിവറി വേണം നമ്മുടെ കിഴുപ്പുള്ളിക്കര ഇഞ്ചുമുടി ചെറുക്കൽ ആ ഭാഗത്തേക്കും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അവരുടെ ഡീറ്റെയിൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആ മുഖത്തുണ്ടാവണ ആ ഒരു ചിരി ഉണ്ടല്ലോ, ആ ചിരിയുടെ കാരണം നമ്മളാണെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ നമ്മളെ കൊണ്ടാണ് ചെറുതാണെങ്കിലും നമ്മളെ കൊണ്ടാണ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. എന്തായാലും വേണ്ടില്ല, അമ്മയ്ക്കും ഉണ്ണികൾക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഉണ്ണികളും അമ്മയും കൂടി കേക്കും കട്ട് ചെയ്തു. അമ്മായിയും അബ്ബിയും അമ്മാമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി കേക്കും കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. എല്ലാ ഉണ്ണികൾക്കും നല്ല ഹാപ്പി ആയിട്ടത്. കുറച്ച് നേരം ഉണ്ണികളോടേക്കും വീഡിയോ കോളിലേക്കും ചെയ്ത് സംസാരിച്ച് അതിനുശേഷം ഞാനും ചേട്ടനും കൂടിയിട്ട് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഓഫർ കിട്ടുന്നുണ്ടാവുമല്ലോ സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ ഒരാഴ്ചയ്ക്കുള്ള വെജിറ്റബിൾസ് ഒക്കെയാണ് നമ്മൾ വാങ്ങാറ്. അപ്പോൾ വീക്കിലിയാണ് നമ്മൾ പോയിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒന്നും ഇല്ല ഈ ആഴ്ചയ്ക്കുള്ളത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മദീന സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. ഇത്തിരി വെയിൽ കുറവാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് എനിക്കറിയില്ല, നല്ല വെയിൽ കുറവാണ്. നല്ല വെയിലല്ല, ഇത്തിരി വെയിൽ കുറവായിട്ടുണ്ട് കേട്ടോ. അതന്നെ നല്ല സുഖം ഈ സമയത്ത് നടക്കാനുണ്ടാവും. ഞാൻ ചേട്ടനും പതുക്കെ നടന്ന് നദിയിലെത്തിയിട്ടോ. ആദ്യം പോയിട്ട് നമ്മുടെ ചേട്ടന് ഹെയർ കളർ എടുത്തിട്ട് കുറേ നാളെ ഹെയർ കളർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഹെയർ കളർ ചെയ്തിട്ട്. അപ്പോൾ അത് ആദ്യം എടുത്തു. പിന്നെ നമ്മൾ നേരെ വെജിറ്റബിൾസ് വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെ എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ തക്കാളിക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളിയും പിന്നെ പഞ്ചസാര അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനം മാത്രം നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചുള്ളൂ കേട്ടോ. കുറേ നാളായിട്ട് ചേട്ടൻ ബീഫ് കഴിക്കാമെന്ന് പറയുന്നത്. അത് മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ യൂട്യൂബിൽ ബീഫ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇങ്ങനെ ഓരോരുത്തർ കാണുമ്പോൾ അയ്യോ ഇതിങ്ങനെ കൊതിയായിട്ട് അങ്ങനെ കൊതിയായി ബീഫ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷക്ലാനിക്ക് പോയി. അപ്പോൾ ബീഫിൻ്റെ വിലയും കാര്യങ്ങളൊക്കെയും ചോദിച്ചു. നമ്മളപ്പോൾ കുറച്ച് ബീഫ് പറഞ്ഞിട്ട്, കാരണം ഞാൻ ബീഫ് കഴിക്കില്ല. അപ്പോൾ ചേട്ടന് വേണ്ടി കുറച്ച് ബീഫ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് അവിയൽ വെക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ വീക്കിലി വൺസ് നമ്മൾ അവിയൽ വെക്കുക, അവിയലും സാമ്പാർ വയ്ക്കുക. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ അങ്ങനെ കൂടുതൽ കഴിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുടക്കുള്ള ദിവസം അവിയൽ വെക്കാമെന്ന് വെച്ചിട്ട് ക്യാരറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ബീൻസും അമരപ്പയർ അങ്ങനത്തെ കുറേശ്ശെ എടുത്തുള്ളൂ കേട്ടോ. ചേന പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് അങ്ങനെ കുറേശ്ശെ എല്ലാ പച്ചക്കറിയിൽ നിന്നും കുറേശ്ശെ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ചെറുപഴം എടുത്തു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണെങ്കിൽ പഴം കൂട്ടി കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് പഴം എടുത്ത് പിന്നെ നമ്മൾ വേറെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ ബില്ല് പേ ചെയ്തിട്ട് നമ്മൾ റൂമിലേക്ക് പോകുന്നു കേട്ടോ.
ഉച്ചയ്ക്കുള്ള ഊണിനുള്ള കാര്യങ്ങൾ ഒരുക്കാണ് കേട്ടോ. ചേട്ടൻ ബീഫ് ഓരോന്നും കട്ട് ചെയ്തു, ഞാൻ വെജിറ്റബിൾസ് അവിയൽ കറിക്കുള്ളത് ഞാനും ഉണ്ടാക്കിയിട്ടാണ്. നമുക്ക് അങ്ങനെ മുടക്കമുള്ള ദിവസത്തേക്ക് നമ്മുടെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. എല്ലാ ദിവസവും നമ്മൾ തന്നെ ചെയ്യാം. അപ്പോൾ ഒരു ദിവസം നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുക, ഒന്ന് 2 പച്ചക്കറി കട്ട് ചെയ്ത് തരാം, അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. നമുക്കപ്പോൾ പണിയെടുക്കാനൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ്. എത്ര പണിയെങ്കിലും നമ്മളത് ചെയ്തോളൂ, നമ്മുടെ കൂടെ ഒരാൾ നമുക്കൊരു സപ്പോർട്ട് തരാണെങ്കിൽ. അപ്പോൾ ചേട്ടന് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ചേട്ടൻ തന്നെ ബീഫ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടോ. ഞാൻ അപ്പുറത്ത് അവിയൽ കറിക്കും ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബീഫ് നല്ലപോലെ കഴുകി അതിൽ കുറച്ച് തക്കാളി ഇട്ടു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, പിന്നെ കുറച്ച് വെള്ളം ഇട്ടിട്ട് നല്ലപോലെ തിരുമ്പി എന്നിട്ട് നമ്മളത് കുക്കറിൽ ഒരു 7 വിസിൽ, ഒരു 5 വിസിലേക്ക് ആകുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. ചേട്ടൻ ബീഫ് കറി വെക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങളിലേക്ക് ഉണ്ടായിരുന്നു അടുക്കളയില്ല, അതിലേക്ക് ഞാൻ കഴുകിയെടുത്തു കേട്ടോ. അഞ്ച് വിസിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാള എണ്ണയിലിട്ടിട്ട് നല്ല പോലെ വഴറ്റിയെടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചത് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുത്തു കേട്ടോ. കുക്കറിൽ നമ്മൾ ബീഫ് വെക്കുന്ന സമയത്ത് ഒരു തക്കാളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ആ പേസ്റ്റിലേക്ക് നമ്മൾ ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തു കേട്ടോ. സവാളയും തക്കാളിയും നല്ല പോലെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. അത് നല്ല പോലെ ഇളക്കിയെടുക്കുക, അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലിട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം കേട്ടോ. കുക്കർ തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ ആ ബീഫിൻ്റെക്കും. പിന്നെ നമ്മൾ കുറച്ച് വേപ്പിലും പിന്നെ കുറച്ച് മല്ലിയിലും കൂടിയിട്ട് അരിഞ്ഞിട്ടു കേട്ടോ അതിലേക്ക്. പിന്നെ ബീഫ് കറിയുടെ മെയിൻ സാധനമാണ് കേട്ടോ കുരുമുളക് പൊടി. അതിട്ട് കഴിഞ്ഞാൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് ചേട്ടൻ നല്ല പോലെ ഇളക്കി ടേസ്റ്റിക്ക് നോക്കിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഗരം മസാലയുടെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കിയെടുത്തു കേട്ടോ. അങ്ങനെ ചേട്ടൻ്റെ ബീഫ് കറി റെഡി ആയിട്ടാ. ഇനി എൻ്റെ അവിയൽ കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. ഞാൻ ഓൾറെഡി വെജിറ്റബിൾസേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു, നാളികേരവും ജീരകവും ഉള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ച് മിക്സിലിട്ട് അരച്ച് അതും കൂടി ഒഴിച്ചു കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണല്ലോ അവിയൽ വയ്ക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിയൽ വയ്ക്കാൻ. ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് അവിയൽ കഴിക്കാൻ. അപ്പോൾ അതും റെഡി ആയിട്ട് രണ്ടും തിളയ്ക്കുന്നുണ്ട്. അവിടെ ബീഫ് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്, ഇവിടെ അവിയലും. ഇനി അത് രണ്ടും തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് എൻ്റെ മുകളിൽ കൂടെ. നല്ല ബീഫ് കറി അവിയൽ കറി ഉണ്ടെങ്കിലും എന്തോ ഒരു കുറവുള്ള പോലെ തോന്നിയിട്ടാണ്. അപ്പോഴാണ് പപ്പടത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. അപ്പോൾ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നുള്ളൂ, അതങ്ങനെ തലങ്ങും വലങ്ങും കീറി കുറച്ച് എണ്ണയിലിട്ടിട്ട് നല്ല പോലെ വറുത്തെടുത്തിട്ടാണ്. നല്ല ബീഫ് കറിയും അവിയലും പപ്പടവും ഇഞ്ചമ്പുളിയും കൂട്ടിയിട്ട് ദേവാസുരം സ്വിമ്മിങ് കണ്ടിട്ട് ഒരു അടിപൊളി ഊണുണ്ട് കേട്ടോ. വൈകിട്ടായപ്പോഴേ വിളക്കും വെച്ച് കുറച്ച് നേരം നാമയ്ക്കും ചൊല്ലിയപ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സമാധാനമായിട്ട്. എന്ത് പെട്ടെന്നാലും ഒരു ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ഇന്നത്തെ ഓഫും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.